ഹായ് ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മിനിറ്റ് ഇത്ര നാളും നമ്മൾ 1 മിനിറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ 1 മിനിറ്റിനെ നമ്മൾ 2 മിനിറ്റിലോട്ട് ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ 2 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ ബേസ്, അതായത് നിങ്ങൾക്ക് ബൈനറിയുടെ ഏത് ബേസിനകത്ത് ഏത് ഡൗട്ട് വേണം നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് കറക്റ്റ് ആൻസറും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഏനി ടൈം എനിക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ചാനലിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. പബ്ലിക് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആണ്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മളെ VIP നിങ്ങളെ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് അധികം സംസാരിച്ച് ടൈം കളയണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 1 മിനിറ്റോട്ട് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെന്നാണ്, നമ്മൾ ഇവിടെ എടുക്കുക. നമ്മൾ സാധാരണ ഇവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 1 മിനിറ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഡിഫോൾട്ട് ടൈം ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും 2 മിനിറ്റോട്ട് മാറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് എന്നുള്ള സംഭവത്തിനകത്ത് നമ്മൾ ഇത്ര നാൾ ടൈമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് 1 മിനിറ്റ് ഡിഫോൾട്ട് ടൈം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് നമ്മൾ മാറ്റിക്കൊണ്ട് സ്വിച്ച് ടൈമിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനെ ടൈം ഫ്രെയിമിലോട്ട് മാറ്റിയിട്ട് 1 എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് 2 മിനിറ്റിലോട്ട് മാറ്റുക. ഇതാണ് ഈ 0 to എന്നുള്ളതാണ് 2 മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഈ സെറ്റപ്പ് നോക്കി നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഇതിനകത്ത് അക്യുറസി മനസ്സിലാക്കാം. നമുക്ക് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നേരത്തെ കിടന്നതാണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇവിടെ പ്രീവിയസ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 മിനിറ്റാണ്. അടുത്ത ഇതിൻ്റെ നമ്മുടെ ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട, ഇതാണ് ലോവർ ലോ. ഈ ലോവർ ലോയിൽ മാർക്കറ്റ് 100% ചെയ്യും. അതായത് ഇപ്പം ഞാൻ ഈ ബ്രേക്ക് ചെയ്തേക്കുന്ന, ഞാനിപ്പോൾ ഇവിടെ ഒരു ഒറിജിനൽ ലൈൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒറിജിനൽ ലൈനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അതായത് ഇതിനെ ബ്രേക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡൗണിലേക്ക് എടുക്കും, ബ്രേക്ക്ഔട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഡൗണിലേക്ക് എടുക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിൽ ലിക്വിഡിറ്റി, ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ക്യാൻഡിലാണ്. അതിനുശേഷം ഒരു ഇൻവെർട്ടർ ഹാമർ ഫോം ആയി. ഇൻവെർട്ടർ ഹാമർ ഫോം ആയതിനു ശേഷം ഈ ഇൻവെർട്ടർ ഹാമറിന്റെ ലോ ആണ് അടുത്ത ഏരിയ. അതായത് ഞാൻ ഈ വരച്ചിട്ടേക്കുന്നത് ഈ ഇൻവെർട്ടർ ഹാമറിന്റെ ലോ ആണ് അടുത്ത ഏരിയ. അവിടെ മാർക്കറ്റ് എത്തിയിരിക്കണം, അതാണ് അതിന്റെ പ്രഡിക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്താലും ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തില്ലെങ്കിലും നമ്മളിവിടെ ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. ഞാൻ അതേ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്, 202 ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ചെയ്ത് കുറച്ച് താഴോട്ടായി പോയി, സാരമില്ല, നോ പ്രോബ്ലം. നമ്മളുടെ പ്രഡിക്ഷൻ ഏരിയ എന്ന് ചെയ്താണ്. പിന്നെ ഈ 2 മിനിറ്റിനകത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് ക്യാൻഡിലിനകത്ത് നമുക്ക് നല്ല രീതിയിൽ അക്യുറസി കിട്ടും. അതായത് ഫ്ലക്ച്വേഷൻ കുറവായിരിക്കും. 1 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റുമ്പോഴത്തേക്കും ഒത്തിരി ചാട്ടങ്ങളും ഫ്ലക്ച്വേഷനും ഒത്തിരി ഉണ്ട് 1 മിനിറ്റിനകത്ത് ഒരു വ്യത്യാസം. അതായത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും 1 മിനിറ്റ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും. ബട്ട് 2 മിനിറ്റിനകത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും നമുക്ക് ഫേസ് ചെയ്യേണ്ട യാതൊരു ഇഷ്യൂ ഇല്ല. കാരണം വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരത്തില്ല. മേ ബി വന്നു കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ആയിരിക്കും അവിടെ ഫോം ആകുന്നത്. അതാണ് ഈ 1 മിനിറ്റിൽ നിന്ന് നമ്മൾ 2 മിനിറ്റോട്ട് മാറ്റിയതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മളെ ഇത് തികച്ചും ഞാനിത് പറഞ്ഞുതരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ 1 മിനിറ്റിൽ നിന്നും 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്ത് കുറേ സമയം ഞാൻ പ്രാക്ടീസ് ചെയ്തു. കുറേ സമയം പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലോസും മറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ അക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. കാരണം OTC, എക്സ്പെഷ്യലി നമ്മൾ OTC മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ബ്രോക്കർ കൺട്രോൾ ചെയ്യുന്ന കാരണം അവർക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത് എനി ടൈം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മാനിപ്പുലേഷനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ മാനിപ്പുലേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപായമാണ് നമ്മൾ 1 മിനിറ്റിൽ നിന്നും 2 മിനിറ്റിലോട്ട് നമ്മുടെ ട്രേഡിങ്ങിന്റെ രീതി മാറ്റിയത്. ഓക്കെ, ഇത് കണ്ടോ, മാർക്കറ്റ് വീണ്ടും റൺ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ കോട്ടക്സ് എന്നല്ല, ബൈനറിക്കകത്ത് എല്ലാത്തിനകത്തും ഒരു പ്രശ്നമുണ്ട്. ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് കലവടയ്ക്കുന്നത്, പക്ഷേ നമ്മളിത് ഒരിക്കലും നമ്മൾ ലോസ് ആകത്തില്ല. നമ്മളിത് 100% വിൻ ആകും. അതായത് ഞാൻ പ്ലേസ് ചെയ്തത് ഇവിടെ ആയിരുന്നു പ്ലേസ് ചെയ്യേണ്ടത്, ഞാൻ സംസാരത്തിനിടയ്ക്ക് ഞാനത് പ്ലേസിങ്ങിന് വിട്ടുപോയി. ഓക്കെ, അപ്പം അത് എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ എന്നാലും നമ്മളിത് 100% വിൻ ആകും. അതായത് പ്രീവിയസ് ലോയെ ബ്രേക്ക് ഔട്ട് ചെയ്തു. പ്രീവിയസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോ ആണ്. ഇവിടെ ഈ ഇൻവെർട്ടർ ഹാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ആണ്. ഈ ഏരിയ മാർക്കറ്റ് 100% വന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ആ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യും. ഞാൻ അതിനാണ് ഈ ഗ്രീൻ്റെ ഒരു ഒറിജിനൽ ലൈൻ ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഞാൻ ആ അടയാളപ്പെടുത്തിയേക്കുന്ന ഏരിയ കവർ ചെയ്തുണ്ടോ മാർക്കറ്റ്? യെസ്, ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. വിന്നായി, അത് നമ്മൾ വിന്നായി. ഓക്കെ, 100%. ഇനിയും ഞാൻ ട്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ഇനിയും ഞാൻ ട്രേഡ് ചെയ്യും. അതായത് അടുത്ത ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ്, ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ലിക്വിഡിറ്റി ഒരു ക്യാൻഡിൽ ഉണ്ട്. അതായത് ബയേഴ്സിന്റെ ഒരു ഹൈ ലിക്വിഡിറ്റി ക്യാൻഡിൽ ഉള്ളിടത്തോളം കാലം അവിടെ ഒന്നുകിൽ ഇവിടെ സപ്ലൈ സോൺ എന്ന് പറയും, ഡിമാൻഡ് സോൺ എന്ന് പറയും.
സപ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ്, ഈ ഏരിയയൊക്കെ സപ്ലൈ സോണാണ്, ഇതെന്ന് വെച്ചാൽ ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഈ സപ്ലൈ സോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺ ഡയറക്ഷനിലായിരിക്കും നമ്മൾ കൂടുതലും ട്രേഡ് എടുക്കുന്നത്. ഡിമാൻഡ് സോണിൽ നമ്മൾ കൂടുതലും ട്രേഡ് ചെയ്യുന്നത് വന്നിട്ട് അപ്പ് ഡയറക്ഷനിലേക്കായിരിക്കും ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോ ഈ ബ്രേക്ക്ഔട്ട് ഈ ഡിമാൻഡ് സോണിൽ നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്യാനുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡ് സോണിൽ നമുക്ക് ഒരു 100% അക്യുറേറ്റ് കിട്ടാൻ ചാൻസസ് ഇല്ല. കാരണം നമ്മൾ ഇതിനെ കൺവെർട്ട് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ. ഞാനിപ്പോൾ ഇത് കൺവെർട്ട് ചെയ്ത് 5 മിനിറ്റിലോട്ട് മാറ്റി നോക്കി, എന്തുമാത്രം വലിയ ലിക്വിഡിറ്റി ക്യാൻഡിൽസ് ആണ് ഫോം ആയിരിക്കുന്നത്. നോക്കി, അതിനകത്ത് ഫ്ലക്ച്വേഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, വലിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും മറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നോക്കിയേ, പ്രീവിയസ് ലോയെ ബ്രേക്ക്ഔട്ട് ചെയ്തു. ഈ 2 മിനിറ്റ് ക്യാൻഡിൽ, അതായത് ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു ഏരിയയെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 80 to 90% ഇവിടെ ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ചെറിയൊരു സ്മാൾ ക്യാൻഡിൽ ഫോം ആകാനും അതിനുശേഷമുള്ള 5 മിനിറ്റ് അടുത്ത ടാർഗറ്റായ മാർക്കറ്റാണ് ഇവിടെ എത്താനും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അടുത്ത ടാർഗറ്റ്, അതായത് ഇതിനുശേഷം ബ്രേക്ക്ഔട്ടിന് ശേഷം ഇവിടെ ഒരു റീട്രേസ്മെന്റും അതിനുശേഷം ഇവിടെ ഒരു അടുത്ത ഒരു ലോയും മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു 90% നമ്മുടെ ഒരു എന്താ പറയാ പ്രഡിക്ഷൻ ആണ്. 90 to 95% നമ്മുടെ പ്രഡിക്ഷൻ ആണ്. ഈ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യാൻ 100% ചാൻസസ് ഒന്നും ഞാൻ പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 90 to 90% ഉണ്ട്. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്കൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒരു കൺഫർമേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് നോക്കാം. ഞാൻ ഒന്നും വേണ്ട, 1 മിനിറ്റിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ കൺഫർമേഷൻ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഏരിയ തന്നെയാണ് ഇവിടെ മാർക്കറ്റ്. കണ്ടില്ലേ, ഈ ഒരു ലോ ആണ് ടാർഗറ്റ്. ഈ ഒരു ലോയിൽ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തിട്ടില്ല, റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും അടുത്ത ക്യാൻഡിൽ ഡൗണിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഞാൻ വീണ്ടും ഒരു ഡൗൺ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നല്ലൊരു മാർജിൻ സേഫ്റ്റി കിട്ടി. ഞാൻ ഡൗണിലേക്ക് എടുത്തെങ്കിലും എനിക്ക് നല്ലൊരു മാർജിൻ സേഫ്റ്റി കിട്ടി. പക്ഷേ നമ്മുടെ ഈ ഏരിയ ഒരു ഡിമാൻഡ് സോൺ ആണ്. ഈ ഒരു ഏരിയ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കാണിച്ചിരുന്നു നിങ്ങൾക്ക്, ഞാനൊരു ഗൺ ബോക്സ് എടുക്കാൻ പോകുന്നു. ഞാൻ ഈ ഒരു ഗൺ ബോക്സ് എടുത്തിട്ട് ഗൺ ബോക്സ് വേണ്ട, നമുക്ക് അതിന് പകരം വേറെ ഒരു ടൂൾ ഉണ്ട്. ഞാൻ ആ ടൂൾ എടുത്ത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യൂ. ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച് എടുക്കാം നമുക്ക്. അത് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഞാൻ ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച് എടുത്തിട്ട് നമ്മുടെ ഡിമാൻഡ് സോണിന്റെ പ്രീവിയസ് ക്യാൻഡിൽ ഏതാണ്, റെഡ് ക്യാൻഡിലിന് ശേഷം വന്നേക്കുന്ന ഗ്രീൻ ക്യാൻഡിലിന്റെ ടോപ്പ് ടു ബോട്ടം നമ്മൾ കവർ ചെയ്തു. ടോപ്പ് ടു ബോട്ടം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് ടു ബോട്ടം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്ര എടുത്തേക്കുന്നത്, നമ്മൾ $200 ഒരു ട്രേഡാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് സോൺ വന്ന് മാർക്ക് ചെയ്യുന്നത്? അതായത് ടോപ്പ് ടു ബോട്ടം എന്ന് വെച്ചാൽ വിക്കും നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്യണം. ഓക്കെ, വിക്ക് അടക്കമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഡിമാൻഡ് സോണിന്റെ സെൻട്രൽ ലൈനിൽ വെച്ചിട്ട് മാർക്കറ്റ് റീട്രേസ്മെന്റ് ചെയ്യാനും ബ്രേക്ക്ഔട്ട് ചെയ്ത അതിനുശേഷം റീട്രേസ്മെന്റ് ചെയ്തിട്ട് സെയിം ഡയറക്ഷനിലേക്ക് മാർക്കറ്റ്, അതായത് സെയിം ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഏതാണ് സപ്ലൈ സോണിലോട്ട് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് പോകാനും നമുക്ക് 80 to 90% ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്കൊരു പ്രഡിക്ഷൻ ആണ്. നമ്മളിപ്പോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അതെല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ട്രേഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അഥവാ നമ്മളൊരു ലോസ് ആയി കഴിഞ്ഞാൽ പ്രോഗ്രസ് ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിനകത്ത് നമ്മൾ അത് റിക്കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പ്രീവിയസ് വീക്കിൽ നമുക്ക് അടുപ്പിച്ച് 2 ട്രേഡ് ലോസ് ആയി. അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഞാൻ പിറ്റേ ദിവസം ഞാൻ 6 ട്രേഡ് കൊടുത്തു. 6 ട്രേഡിനകത്ത് 5 വിന്നായി. അപ്പൊ 5 വിന്നായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ട്രേഡ് കൊടുത്തു. അതിനുശേഷം 5ാമത്തെ ട്രേഡ് നമുക്ക് ലോസ് ആയി. അപ്പം നമുക്ക് ആ 4 ട്രേഡ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആണ്. അതായത് $5 വെച്ച് ട്രേഡ് ചെയ്താലും നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ആണ്. ലാസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുക. ഡിപ്പോസിറ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. 5 തുടങ്ങി നമ്മൾ 1 സാധിക്കുക. ഞാനിപ്പോൾ വീണ്ടും ഞാനൊരു ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. ഞാൻ 2-3 ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം മാർക്കറ്റ് ഇവിടെ വരാൻ 80 to 90% ചാൻസ് ആണ്. കാരണം ഡിമാൻഡ് സോണിലായാലും ഇവിടെ മാർക്കറ്റ് റീട്രേസ്മെന്റ് ചെയ്യും. നമുക്കിപ്പോൾ 2 മിനിറ്റ് ക്യാൻഡിലാണ് ഇവിടെ വായിക്കുന്നത്. നമുക്ക് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും 5 മിനിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 മിനിറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം മാർക്കറ്റ്. ഓക്കെ, 5 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ ഇവിടെ റീട്രേസ്മെന്റ് ക്യാൻഡിൽ ഫോം ആയി. റീട്രേസ്മെന്റ് ക്യാൻഡിൽ അല്ല, അവിടെ ഡിമാൻഡ് സോണിൽ അവിടെ ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എത്ര, നമ്മൾ മൊത്തം 4 ട്രേഡ് എടുത്തിട്ടുണ്ട്. $800 നമുക്ക് ലോസ് ആയിട്ടുണ്ട്. നോക്കാം, നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് നോക്കാം. വെയിറ്റ് ഫോർ ദ എൻഡ്. ഓക്കെ, അതായത് 1 മിനിറ്റ് ശേഷം ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഡിമാൻഡ് സോണിനെ ബ്രേക്ക്ഔട്ട് ചെയ്തു. വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്ത് തിരിച്ച് താഴെയിറങ്ങി. ഇതേപോലെ തന്നെ വീണ്ടും റൺ ചെയ്ത് താഴേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയ, അതായത് നമ്മളുടെ അതായത് ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ചിന്റെ സെൻട്രൽ ലൈനിന്റെ ഒരു ഏരിയയിൽ മാർക്കറ്റ് ക്ലോസ് ആകണം. അതാണ് കറക്റ്റ് പ്രഡിക്ഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് നമ്മളുടെ റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ എടുത്തേക്കുന്ന കുറേ സെറ്റിംഗ്സും കാര്യങ്ങളും ഈ സെറ്റപ്പുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. ഈ സെറ്റപ്പുകൾ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതായത് ഡിഫോൾട്ട് ടൈം എന്നുള്ളത് നമുക്ക് ടൈമറിലോട്ട് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് 1 മിനിറ്റ് എന്നുള്ളത് 2 മിനിറ്റോട്ട് മാറ്റുക. ഓക്കെ, അതിനകത്ത് റിസൾട്ട് നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക.
നിങ്ങൾ ധൈര്യമായിട്ട് ട്രേഡ് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് നോക്കാം ഇതിന്റെ വെയിറ്റ് ഫോർ ദ എൻഡ്, ഇതിന്റെ റിസൾട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബയേഴ്സിന്റെ നല്ലൊരു പ്രഷർ ഉണ്ട് ഇവിടെ. ബയേഴ്സിന്റെ ഒരു പ്രഷർ ഉള്ള കാരണം നമുക്ക് ചെറിയൊരു അക്യുറേറ്റ് കുറവുണ്ട് സംഭവം. എന്നാലും ഞാൻ എൻ്റെ പ്രതീക്ഷയാണ് എനിക്ക് പോയത്. പ്രതീക്ഷ മീൻസ് ഈ ഒരു ലൈനാണ് ഈ ടാർഗറ്റ്, എനിക്ക് അച്ചീവ് ചെയ്യണം മാർക്കറ്റ്, അതാണ് അതിൻ്റെ ഇത്. കാരണം ഒരിക്കലും ഇത് അപ്പ് ഡയറക്ഷനിലേക്കുള്ളൊരു ട്രേഡ് ആയിട്ടല്ല എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ എനിക്ക് കിട്ടിയ കൺഫർമേഷൻ അങ്ങനെയാണ്. നമുക്ക് നോക്കാം, നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നത് നോക്കാം. ഓക്കെ, പിന്നെ എല്ലാം നമ്മളെ OTC മാർക്കറ്റാണ്, നമ്മളുടെ തികച്ചും നമ്മളുടെ ഭാഗ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെയിൻ അനുവാദമാണ്, നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, എന്ത് ലോസ് ആയാലും ജസ്റ്റ് ലോസ് കണ്ട ഡോജി ആയി, കുഴപ്പമില്ല. ഞാൻ അവിടെ ട്രേഡ് എടുത്തു, ഞാൻ വീണ്ടും ട്രേഡ് എടുത്തു, ഞാൻ വീണ്ടും ഈ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് 100% വിൻ ആയിരിക്കും. കാരണം നോക്കിയേ, ഇത് 100% വിന്നാണ്. കാരണം ഇവിടെ മാർക്കറ്റ് ലോസ് ആയി. ഇവിടെ മാർക്കറ്റ് ലോസ് എന്ന് വെച്ചാൽ എൻ്റെ ട്രേഡിങ്, അതായത് നമ്മൾ കൊടുത്ത എൻ്റെ പ്രഡിക്ഷൻ 100% ആണ്. ബട്ട് അവിടെ ഒരു ഡോജി വന്നത് ഒരിക്കലും നമ്മളായിട്ട് ചെയ്തതല്ലോ. ഡോജി അവർ മേക്ക് ചെയ്തതാണ്, അതായത് അല്ലെങ്കിൽ മാർക്കറ്റ് മേക്ക് ചെയ്ത ഡോജിയാണ്, ഒരിക്കലും ഞാൻ പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത ഡോജി അല്ല. സോ അത് കാരണം എനിക്ക് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ MTG ചെയ്യും. അതായത് നമ്മൾ OTC മാർക്കറ്റ് നമുക്ക് MTG ചെയ്തേ പറ്റൂ. OTC മാർക്കറ്റിൽ നമുക്ക് MTG അല്ലാതെ വേറെ ഒരു ഉപാധി ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും മണി മാനേജ്മെന്റ് ചെയ്യുക. ഇത് 100% എനിക്ക് വിന്നാവും, അതാണ് ഇത്രയും ഞാൻ പ്ലേസ് ചെയ്തത്. 8 ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, 200ന്റെ 8 ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് 100% വിന്നാവും. ഇതിനകത്ത് യാതൊരു മാനിപ്പുലേഷൻ പറ്റില്ല. കാരണം എൻ്റെ ടാർഗറ്റ് ഈ ഏരിയ ആണ്. എത്ര മുകളിലോട്ട് പോയാലും ഈ ക്യാൻഡിൽ ഞാൻ പ്ലേസ് ചെയ്തേക്കുന്ന ഈ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ എത്തും. ഞാൻ ഈ ഗ്രീൻ ക്യാൻഡിൽ വെച്ചേക്കുന്ന ഇവിടെ എത്തും. ഞാൻ വേണമെങ്കിൽ എൻ്റെ കളർ ചേഞ്ച് വരുത്താം, ഒരു കുഴപ്പമില്ല. എനിക്കൊരു പേടിയില്ല, എനിക്ക് യാതൊരു പേടിയും ഇല്ല. ഞാൻ അതേ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ. നമുക്ക് നോക്കാം വെയിറ്റ് ഫോർ ദ എൻഡ്. അതേപോലെ മുകളിലോട്ട് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ തിരിച്ച് താഴോട്ടിറങ്ങും മാർക്കറ്റ്. 100% ആണ്. അതേപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് താഴോട്ടിറങ്ങും. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. 100% നമ്മൾ വിന്നാകും, ഒരു പേടിയില്ല. 100% താഴേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. 100% ഒരു വ്യത്യാസമില്ല. 100% താഴോട്ടിറങ്ങും. എത്ര മാനിപ്പുലേറ്റ് ചെയ്താലും നമ്മളിത് വിന്നാകും. ഭയങ്കര ഫ്ലക്ച്വേഷനും ഭയങ്കര മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട് മാർക്കറ്റ്, ഇത് എനിക്കറിയാം 100%. കാരണം ഞാൻ പ്ലേസ് ചെയ്തേക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് ബ്രേക്ക് ആയാലും ബ്രേക്ക് ആയില്ലെങ്കിലും ലോസ് വന്നാൽ എനിക്ക് വിഷയമില്ല, ഞാനത് പ്രോഫിറ്റ് ആക്കി എടുക്കും, നോ പ്രോബ്ലം. ഞാനത് പ്രോഫിറ്റ് ആക്കി 100% എടുക്കാൻ എനിക്കുള്ള കഴിവുണ്ട്. ഞാൻ വരച്ചേക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് എത്തിയിരിക്കും, 100% എത്തിയിരിക്കും. ഞാൻ വരച്ചേക്കുന്ന ടാർഗറ്റിൽ മാർക്കറ്റ് എത്തും. അതാണ് കണ്ട, എത്തി, നമ്മൾ പ്രോഫിറ്റായി. താങ്ക് ഗോഡ്. പ്രോഗ്രസ് 728. ഓക്കെ, പ്രോഫിറ്റ്. ഓക്കെ. എൻ്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തു. കാരണം ഞാൻ ഫസ്റ്റ് പ്ലേസ് ചെയ്തത് ഇവിടെ എനിക്ക് ലോസായി. ഞാൻ MTG പ്ലേസ് ചെയ്ത് കുറച്ച് മുകളിലോട്ടായിരുന്നെങ്കിൽ 1 മിനിറ്റിലായിരുന്നെങ്കിൽ നമുക്ക് MTG പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം മാർജിനൽ സേഫ്റ്റി ഉണ്ട്. അതിനകത്തൊരു വ്യത്യാസം നമുക്ക് ഡിഫോൾട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 35 സെക്കൻഡിൽ പ്ലേസ് ചെയ്താലും അടുത്ത 1 മിനിറ്റിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ബട്ട് 1 മിനിറ്റിനകത്ത് നമുക്ക് ടൈമർ വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്റ്റാർട്ടിങ് ടു 2 മിനിറ്റിനകത്തായിരിക്കും ഇത് ക്ലോസ് ആവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് കാര്യം. പിന്നെ വേറൊരു കാര്യം, എപ്പോഴും നമ്മളുടെ ക്യാപിറ്റലാണ് മെയിൻ വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരിക്കലും റിവെഞ്ച് ട്രേഡ് എടുക്കാതെ മുമ്പോട്ട് പോകാം. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകാം. അപ്പം എല്ലാ ഫ്രണ്ട്സും മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. സിഗ്നൽ തികച്ചും ഫ്രീ ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.